സംസ്ഥാനത്ത് കാറ്റിന്റെയും മഴയുടെയും ആശങ്ക ഒരു പരിധിവരെ വിട്ടകലുന്നു എന്നുള്ളതാണ് മഴ മുന്നറിയിപ്പുകൾ പരിശോധിക്കുമ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. വടക്കൻ കേരളത്തിലെ 2 ജില്ലകൾക്ക് മാത്രമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് IMD പുറപ്പെടുവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമേ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളൂ. മറ്റുള്ള ജില്ലകൾക്കൊന്നും തന്നെ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. ഈ ജില്ലകൾക്ക് ഗ്രീൻ അലർട്ടാണ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത നാളുകളിൽ മഴയുണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ന്യൂനമർദ്ദ പാത്തിയുടെയും ചക്രവാത ചുഴിയുടെയും സ്വാധീനം പൂർണ്ണമായും ഒരു പരിധിവരെയെങ്കിലും കേരള തീരത്ത് നിന്ന് വിട്ടകലുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് മീൻപിടുത്തത്തിനും മറ്റും പോകുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് കേരള, കർണാടക, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും പൂർണ്ണമായും അടുത്ത നാളുകളിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരിക്കും. ആശങ്കയുടെ കാർമേഘം പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു പരിധിവരെ പറയാൻ കഴിയും. അത് അടുത്ത 5 ദിവസത്തെ മഴ സാഹചര്യം പരിശോധിക്കുമ്പോൾ മാത്രമാണ്. ഇനി ഒരുപക്ഷെ അതിൽ എന്തെങ്കിലും, ഈ അലർട്ടുകളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമോ, ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ഒരു മോഡറേറ്റ് റെയിൻഫാളിനുള്ള സാധ്യത മാത്രമേ മറ്റുള്ള ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിൽ കാണുന്നുള്ളൂ. അത് പക്ഷേ അലർട്ടായി ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇതിനുള്ള സാധ്യത പൂർണ്ണമായും പ്രതീക്ഷിക്കാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്വാഭാവികമായും നഗരമേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മഴയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ 2 ജില്ലകൾക്കും പൊതുജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.